എനിക്കുണ്ടല്ലോ എനിക്ക് വെറുതെ ഇരിക്കുമ്പോൾ ഓരോ പൂതിയാണ് കേട്ടോ. ഒന്നെങ്കിൽ വല്ല കേക്ക് ഉണ്ടാക്കാനാവും, അല്ലെങ്കിൽ പായസം ഉണ്ടാക്കാനാവും, എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനുള്ള ഒരു ഇത് എനിക്ക് വരാറുണ്ട്. അങ്ങനെയാണ് ഞാനിപ്പോൾ ഈ ഒരു കേക്ക് തട്ടിക്കൂട്ടുന്നത്. ഇത് വന്നിട്ട് പിസ്ത കേക്ക് ചെയ്യാനാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പിന്നെ ഞാൻ ചെറുതായിട്ട് അതൊന്ന് വെൽവെറ്റ് കേക്കിലോട്ട് മാറ്റി. അപ്പോൾ ഗ്രീൻ വെൽവെറ്റ് എന്ന് വിളിക്കാമല്ലോ നമുക്ക്. ഇതാണോ ശരിക്കും ഇങ്ങനെയാണോ ചെയ്യാമെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ഒരു വീഡിയോ കണ്ടിട്ട് അങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ. എനിക്ക് കറക്റ്റ് കേക്ക് ഉണ്ടാക്കാനോ കേക്കിൻ്റെ രീതികളോ കേക്കിൻ്റെ അളവോ ഇതിലൊക്കെ എൻ്റെ അളവിന് ഞാൻ എടുത്തിട്ടുള്ള സംഭവങ്ങളാണ്. ഇതിനകത്ത് മൈദയും കൊക്കോ പൗഡറും പിന്നെ ഉപ്പും ബേക്കിംഗ് സോഡ മാത്രം കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അല്ല, ബേക്കിംഗ് സോഡയല്ല, ബേക്കിംഗ് പൗഡർ എടുത്തിട്ട് അരിക്കാണ് കേട്ടോ ചെയ്തത്. എൻ്റെ വീട്ടിൽ അങ്ങനെ കേക്ക് ഉണ്ടാക്കാൻ മാത്രമുള്ള സാധന സാമഗ്രികൾ ഒന്നുമില്ല. അതുകൊണ്ട് എൻ്റെ വീട്ടിലുള്ള അരിപ്പ വെച്ചിട്ടാണ് കേട്ടോ ഞാനിതിങ്ങനെ അരിച്ചത്. നമ്മുടെ നോർമൽ പ്ലാസ്റ്റിക്കിൻ്റെ അരിപ്പ. അത് കഴിഞ്ഞിട്ട് ഞാൻ മുന്നേ 4 മുട്ടയും അതുപോലെ പഞ്ചസാരയും വാനില എസൻസും കൂടി ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് നിങ്ങൾ ആദ്യം കണ്ടത്. അത് എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ എനിക്ക് ആ ബോധം ഉണ്ടായിരുന്നില്ല വീഡിയോ എടുക്കണം എന്നുള്ളത്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഞാൻ വീഡിയോ എടുത്തത്. ഈ ബീറ്റ് ചെയ്ത് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ പാലും പിന്നെ സൺഫ്ലവർ ഓയിലും അതുപോലെ പിസ്ത എസൻസാണ് കേട്ടോ ഞാൻ ഒഴിക്കുന്നത്. എൻ്റെ കയ്യിൽ വേറെ ഗ്രീൻ കളർ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ പിസ്ത എസൻസ് ആണ് ഒഴിച്ചത്. അതാകുമ്പോൾ നമുക്ക് ചെറിയൊരു സ്മെല്ലും കിട്ടും, പിന്നെ അതുപോലെ ഗ്രീൻ കളറും കിട്ടും. ഇത് വന്നിട്ട് ടൈഗറിൻ്റെ പിസ്ത ഇലാച്ചി എന്ന് പറഞ്ഞിട്ടുള്ള സംഭവമാണ്. വലിയ വിലയൊന്നുമില്ല കേട്ടോ. 56-57 രൂപ അങ്ങോട്ടുള്ളൂ. അതാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത്. പിന്നെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കഴിഞ്ഞിട്ട് അധികം നേരം ബീറ്റ് ചെയ്യാൻ പാടില്ല ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം കേക്ക് താഴ്ന്നു പോകും ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അധികം ഒന്നും ബീറ്റ് ചെയ്തില്ല. കുറച്ച് നേരമല്ല, കുറച്ച് 2-3 റൗണ്ട് ബീറ്റ് ചെയ്തിട്ട് അങ്ങനെ വെച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ടിട്ട് സ്പാച്ചിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഇതിനൊരു ഫോൾഡിങ് മെത്തേഡ് ഉണ്ട്. ഒരു സൈഡിലോട്ട് വന്നിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്ന രീതി എനിക്ക് പറഞ്ഞു തരാനറിയില്ല. ഇതുപോലെയല്ല, പക്ഷെ ഞാൻ എങ്ങനെയൊക്കെയോ തട്ടിക്കൂട്ടി ചെയ്തതാണ് കേട്ടോ. അവസാനം അത് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ അകത്തോട്ട് ഞാൻ പിന്നെ ബട്ടർ മിൽക്കാണ് ആഡ് ചെയ്തത്. അതായത് വിനാഗിരി ഞാൻ പാലിൽ ഒഴിച്ചിട്ട് പിരിച്ചിട്ട് ഒഴിക്കട്ടെ. എന്തോ നോക്കാൻ പോയപ്പോൾ എൻ്റെ ഇടയിൽ എൻ്റെ കൈ ചെറുതായിട്ടൊന്ന് പുള്ളത്തോടെ ഞാൻ വീഡിയോ എടുക്കൽ അങ്ങോട്ട് നിർത്തി. പിന്നെ എൻ്റെ അമ്മയുണ്ട് കേക്ക് വെന്തിട്ട് പുറത്തേക്ക് എടുത്ത് കൊണ്ടുവന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് എൻ്റെ കേക്ക് കിട്ടിയത്? ഞാൻ 2 പാത്രത്തിലായിട്ട് ഉണ്ടാക്കിയത്. എൻ്റെ പാത്രം കുറച്ച് ചെറുത്, എൻ്റെ വലിയ പാത്രം കാണാമല്ലേ കേക്കിൻ്റെ. അപ്പോൾ ഞാൻ ഈ 2 ആയിട്ട് ഉണ്ടാക്കി. ഫൈനലി സുന്ദരി കുട്ടിയായിട്ട് ഞാൻ ഇങ്ങനെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാ.